വീട്ടിൽ ചെന്നപ്പോൾ മുതൽ ഞാനിതാ ഇയാളെ ഇങ്ങനെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീടിൻ്റെ മുറ്റത്തായിട്ട് ഏകദേശം ഒരു ചെറിയൊരു മാവുണ്ട്. അപ്പോൾ അതിൽ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഉണ്ടായതൊന്നും ഞാൻ കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇത്രയും വലിയൊരു മാങ്ങാനെ കണ്ടത്. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല, പക്ഷേ അത്യാവശ്യം വലിയ സൈസുള്ളൊരു മാങ്ങാനാണ് കേട്ടോ. ഒരുപാട് മാങ്ങയൊന്നും ഇല്ല കേട്ടോ, കൂടിപ്പോയ ഒരു 8, 9, 10 മാങ്ങ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു മാവിലുണ്ടായിരുന്നത്. ഏതായാലും പോരുന്ന സമയത്ത് എനിക്ക് പപ്പ ഒരെണ്ണം പറിച്ച് തരികയും ചെയ്തു. അങ്ങനെ ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ട് പോരുകയും ചെയ്തു. ഇത് കണ്ടില്ലേ, ആ 2 മാങ്ങ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് കേട്ടോ ഇത്. സാധാരണ മാങ്ങയും ഈ ഒരു മാങ്ങയും തമ്മിലുള്ളൊരു വ്യത്യാസമാണ് കേട്ടോ. ഏതായാലും ഇവിടെ കൊണ്ടുവന്ന് നോക്കിയിരുന്ന് അത് ഞെക്ക് കൊള്ളുന്ന ഒരു രീതിയിലായപ്പം ഞങ്ങളത് മുറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തോലൊക്കെ കളഞ്ഞ് ഇതൊന്ന് മുറിച്ച് വായിൽ വെച്ചപ്പോഴാണ് എൻ്റെ അമ്മച്ചിയോ, പച്ചമാങ്ങയ്ക്ക് പോലും ഇത്ര പുളിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പുളിച്ചിട്ട് ഇത് വായിൽ വെക്കാനേ കഴിയില്ല. ഒന്നെങ്കിൽ ഇത് മൂക്കാഞ്ഞിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഇത് എന്താണ് ഇങ്ങനെയാണോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലൊരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ.